അവിശ്വാസി? ഒരൊറ്റ വാക്കിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, യേശുവിനെ കുറിച്ച് അറിയാത്ത വ്യക്തി, അല്ലെ യേശുവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തി, യേശു എന്ന വാക്ക് കേട്ടിട്ടില്ലാത്ത വ്യക്തി, ഇവൻ അവിശ്വാസി. എന്നാൽ പ്രിയ സുഹൃത്തെ, അവനല്ല അവിശ്വാസി. അവിശ്വാസി ആരെന്നറിയാമോ? അവൻ വിശ്വസിക്കേണ്ടത് വേദപുസ്തകത്തിൽ എഴുതി നൽകിയിട്ടും യേശു ആര് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കിയിട്ടും അതിനെ വിശ്വസിക്കേണ്ടത് നമ്മളെ കാര്യങ്ങൾ നൽകിയിരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കിയിട്ടും അതിനെ വിശ്വസിക്കുവാൻ കഴിയാത്ത വ്യക്തിയാണ് അവിശ്വാസി എന്ന് വേദപുസ്തകം പഠിപ്പിക്കും. ശ്രദ്ധിച്ചു കേൾക്കുക, യേശുവിന് സകലതും സാധ്യം. കാൽവരി ക്രൂശിൽ യേശു കർത്താവ് അവസാനമായി ഇപ്രകാരം പറഞ്ഞു, എല്ലാം നിവർത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് ഡൺ. For what purpose I am being sent to this world, that is done. അത് നിവർത്തിയായി, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. ഞാൻ എന്ത് ഉദ്ദേശത്തോടെ ഈ ലോകത്തിൽ വന്നുപോയി, എന്നെ അയച്ചു, എന്നെ ഏത് ഉദ്ദേശത്തിന് വേണ്ടി ദൈവം അയക്കപ്പെട്ടു, ഞാൻ അത് സാധിക്കുവാനിടയായി. ഇപ്പോൾ അത് നിവർത്തിയായി. ഹല്ലേലൂയ. ലോകത്തിൽ മനുഷ്യർ കഷ്ടപ്പെടുന്നത്, ശാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്നത്, മനുഷ്യൻ പാപത്താൽ ഉഴലുന്ന ഒരനുഭവം, ഉയർച്ച പ്രാപിപ്പാൻ പറ്റാതെ നിരാശയിൽ പാരമ്പര്യമായ ബന്ധനത്തിൽ മുറുകെ പറ്റിയിരിക്കുന്ന ശാപത്തിൻ്റെ ബന്ധനങ്ങളിൽ തകർക്കപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലിരിക്കുമ്പോൾ യേശു കർത്താവ് കടന്നു വന്നത് ഇത് കണ്ട് ജനം കുറച്ച് പേര് നന്നായിരിക്കട്ടെ, കുറച്ച് പേർ മാത്രം നന്നായാൽ മതി, കുറച്ച് പേരെല്ലാം തകർച്ചയിലായിക്കോട്ടെ എന്ന് പറയുവാനല്ല, സകല മാനവരാശിയുടെ ഉദ്ധാരണത്തിന് വേണ്ടി സകലരെയും വിടിയിപ്പാൻ, ഈ മണ്ഡലങ്ങളിൽ നിന്ന് സകലരെയും വിടിയിപ്പാൻ എനിക്ക് കഴിയുമെന്ന് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കർത്താവ് തെളിയിച്ചത്. ചില വ്യക്തികൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ ഇതെല്ലാം ശരിയാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ പ്രയാസം കടന്നു വന്നത് പാരമ്പര്യമായിട്ടാണ് കടന്നു വന്നത്. പാരമ്പര്യമായി എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വന്ന ഈ ശാപത്തിൻ്റെ ഒരു ബന്ധനമാണ്, അല്ലെങ്കിൽ പാരമ്പര്യമായി എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വന്ന ഈ പാപത്തിൻ്റെ അനുഭവമാണ്. ചില വ്യക്തികൾ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബ്രദറെ എൻ്റെ ജീവിതത്തിൽ ഈ രോഗം കടന്നു വന്നത്, അല്ലെങ്കിൽ ഈ പ്രയാസം കടന്നു വന്നത് എൻ്റെ അപ്പച്ചൻ അല്ലെങ്കിൽ എൻ്റെ അപ്പച്ചൻ്റെ അപ്പച്ചൻ എല്ലാം ചെയ്തു കൂട്ടിയ പ്രയാസം അല്ലെങ്കിൽ പാപത്തിൻ്റെ അനുഭവമാണ്. ചില വ്യക്തികളെല്ലാം മനസ്സിൽ ഇങ്ങനെ ഒരു സങ്കല്പം വെച്ച് തങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്ക് തടസ്സമായി ഇതാണ് കാരണമെന്നെല്ലാം പറഞ്ഞ് പ്രയാസപ്പെടുന്ന അനേക വ്യക്തികളെ ഈ ലോകത്ത് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. എനിക്ക് ഈ രോഗം വന്നത് എൻ്റെ അപ്പച്ചനുണ്ടായിരുന്നു. നമുക്കറിയാം, ആശുപത്രിയിൽ ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തി ചെക്കിങ്ങിന് പോയാൽ ആദ്യം ഡോക്ടർ ചോദിക്കുന്ന ചോദ്യം പിതാവിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഇതുണ്ടോ. ഇതുപോലെ ചില രോഗങ്ങൾ ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഒഴുകി വരുന്നു എന്ന ഒരു അനുഭവം മെഡിക്കൽ സയൻസിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. മെഡിക്കൽ സയൻസിൻ്റെ തെറ്റല്ല, അതങ്ങനെയാണ് മാനുഷികമായി. എന്നാൽ വേദപുസ്തകത്തിൽ ഇപ്രകാരം കാണുവാനായി സാധിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. 2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. അവൻ പുതിയ സൃഷ്ടിയായിക്കഴിഞ്ഞാൽ പിന്നെ പഴയ തലമുറ എന്ന് പറയുവാൻ കഴിയത്തില്ല. ആ റൂട്ട് കട്ടായി കഴിഞ്ഞു. പുതിയ യേശുവിൽ നീ പുതുതായി കഴിഞ്ഞാൽ, യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പാപത്തിൻ്റെ ബന്ധനം, അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ ബന്ധനം, അല്ലെങ്കിൽ ശാപത്തിൻ്റെ ബന്ധനം പിന്നെ താങ്കളെ തുടരുവാൻ കഴിയത്തില്ല. അപ്പച്ചനോ അമ്മച്ചയ്ക്കോ ആർക്കെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, കുടുംബത്തിൽ ആർക്കൊക്കെ പ്രയാസമുണ്ടെന്ന് പറഞ്ഞാലും, യേശുവിനെ രക്ഷിതാവായി നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, വേദപുസ്തക അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, യേശുവിന് നീ മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ നിമിഷത്തിൽ താങ്കളുടെ ജീവിതത്തിൽ ആ രോഗത്തിൻ്റെ, പാപത്തിൻ്റെ, ശാപത്തിൻ്റെ റൂട്ട് കട്ടായിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് എന്നെ ശ്രമിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് എന്നെ ശ്രമിക്കുമ്പോൾ അനേകം വ്യക്തികൾ ഇതേ വിഷയത്തിൽ വളരെ വിധമായ രീതിയിൽ ചിന്താകുലരായി, വളരെ പ്രയാസപ്പെട്ട നിരാശയുടെ അനുഭവത്തിൽ കഴിയുന്ന അനേക വ്യക്തികൾ എന്നെ ശ്രമിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വളരെ പ്രോഫറ്റിക്കലായി പറയുക, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആയാൽ പഴയ റൂട്ട് പറയാൻ നിനക്കില്ല. ആത്മാവ് നിന്നെ വെടിവെച്ചിരിക്കുക, താങ്കളെ യേശു സ്വതന്ത്രരാക്കിയിരിക്കുക. ഇപ്പോൾ തന്നെ ആ രോഗത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു മാറുന്നു. കെട്ടരോഗിയായി നീ ഇരിക്കുന്നുവോ, കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് 38 വർഷക്കാലം ബെഥസ്ദ കുളക്കരയിൽ ഇരുന്ന വ്യക്തിയോട് ദൈവം പറഞ്ഞതുപോലെ, യേശു കർത്താവ് വചനമായി അവനെ വിടുവിച്ചതുപോലെ ഈ നിമിഷം ആത്മാവിൻ്റെ കാര്യം താങ്കളുടെ ജീവിതത്തിൽ ശക്തമായി വെളിപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ താങ്കൾ വിടുതൽ പ്രാപിക്കുക. താങ്കളുടെ കണ്ണുനീര് തുടയ്ക്കപ്പെടുകയും ട്യൂമറുകൾ അപ്രത്യക്ഷമാകുകയും മാറാ രോഗങ്ങൾ സൗഖ്യമാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ തകർച്ചയുടെ അനുഭവത്തിൽ കുടുംബമെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു. ശാപത്തിൻ്റെ ബന്ധനം കടന്നു വന്ന് തകർന്നു എന്ന് പറയുന്ന മേഖലകളിൽ വേദപുസ്തകത്തിൽ ഗലാത്യർക്ക് ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ക്രൂശിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. കാൽവരിനാഥനായ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ്
ആമേൻ. യേശു കർത്താവ് നിനക്ക് വേണ്ടി ശാപമായി തീർന്നു, താങ്കൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു, താങ്കൾക്ക് വേണ്ടി ഉടയ്ക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാ? ആമേൻ. താങ്കൾ ശപിക്കപ്പെടാതിരിപ്പാൻ, താങ്കൾ നന്മ പ്രാപിപ്പാൻ, താങ്കൾ ദൈവിക വിടുതൽ പ്രാപിപ്പാൻ. വചനം പറഞ്ഞിരിക്കുന്നു, അവൻ സമ്പന്നനായിരുന്നിട്ടും ആമേൻ ഒരു ദാസരൂപം എടുത്ത് താൻ ദരിദ്രനായി തീരും. എന്തിനു വേണ്ടിയാണ് ദരിദ്രനായി തീരുന്നത്? താൻ അനുഭവിക്കുന്ന ദാരിദ്ര്യം മുഖാന്തരം താങ്കൾ സമ്പന്നരായി തീരുവാൻ, താങ്കൾ നന്മ പ്രാപിപ്പാൻ, യേശുവിനാൽ അനുഗ്രഹം പ്രാപിപ്പാൻ, സാമ്പത്തികമായി, ആത്മീയമായി, ആമേൻ, ഭൗതികമായി, ശാരീരികമായി താങ്കൾ അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. ഈ നിമിഷം യേശുവിൻ്റെ കരം താങ്കളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയാകും. അതുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ. ഈ രോഗം മരണകാരണത്തിനല്ല, അല്ലെങ്കിൽ ഈ ദീനം മരണത്തിനല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ എന്ന് യേശു ആമേൻ, ഹല്ലേലൂയ, ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു. ഇല്ല, കാരണം എന്നാണെന്നറിയാമോ? എനിക്ക് സർവ്വത്തിനു മേലും അധികാരമുണ്ട് എന്ന് യേശു കർത്താവ് പറഞ്ഞത്. യേശു കർത്താവ് ഇപ്രകാരം പറയുണ്ടായി, യിരെമ്യാ പ്രവചന പുസ്തകം 32:27, ഞാൻ സർവ്വ ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട് സുഹൃത്തെ? യേശുവിന് കഴിയാത്തതായി ഒന്നുമില്ല. യേശുവിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കും. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. വളരെ പ്രതീക്ഷയോടെ അവർ കാത്തിരുന്ന് യേശു വന്നില്ല, നിരാശയിലേക്കായിരിക്കുകയും. എന്നാൽ 28-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു കേട്ടല്ലോ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. യേശുവിൻ്റെ ഈ വാക്ക് കേട്ട ഉടനെ കരഞ്ഞുകൊണ്ടിരുന്ന മറിയ ചാടി എഴുന്നേറ്റ് യേശു കർത്താവ് നിൽക്കുന്ന സ്ഥലത്ത്, യേശുവിനെ മാർത്ത എതിരേറ്റ സ്ഥലത്ത് ഓടിയിട്ട് വന്ന് പറയുന്ന ഒരു വാക്കിങ്ങനെയുണ്ട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. യേശു കർത്താവ് വേറെ ഒന്നും കർത്താവ് പറയുന്നില്ല. യേശു കർത്താവ് പറയുന്നൊരു മെയിൻ സെൻറ്റൻസ് നമ്മൾ ശ്രദ്ധിക്കുക. വചനം പറഞ്ഞിരിക്കുന്നു, അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. അതുവരെ യേശു ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് നിന്നു. എന്നാൽ ഇവൾ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് യഹൂദന്മാർ വിചാരിച്ചു ഇവൾ കല്ലറയ്ക്കൽ കരയാൻ പോവുക. എന്നാൽ അവൾ ഓടിയത് കരയുവാനല്ല, കണ്ണുനീർ തുടയ്ക്കുവാൻ കഴിവുള്ള യേശുവിൻ്റെ അടുത്തേക്ക്. അവൻ തൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തൻ്റെ കണ്ണുകൊണ്ട് കണ്ട് യേശുവിനെ പലപ്പോഴും മഹത്വപ്പെടുത്തിയിട്ടുള്ള ആ മറിയം യേശുവിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയുമെന്നൊരു ബോധ്യത്തോടെ അവൾ ഓടുവാനിടയായി. ഇതാ ഓടി യേശുവിൻ്റെ അടുത്തെത്തി. യേശുവെ, വചനം പറഞ്ഞിരിക്കുന്നു, എത്തിയ ഉടനെ യേശു ഇരിക്കുന്നിടത്ത് മറിയെ എത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ദീനമായി കിടന്ന അനുഭവത്തിൽ നിന്ന് നീ മരിക്കുവാൻ നീ അനുവദിക്കത്തില്ല എന്ന വെളിപ്പാട് എനിക്കുണ്ട്. ശ്രദ്ധിച്ചു, മറിയയ്ക്ക് ഉണ്ടായിരുന്ന വെളിപ്പാട്, നീ ദീനമായി കിടക്കുന്ന അവനെ അനുഭവത്തിലേക്ക് വിടാതെ സൗഖ്യമാക്കുവാൻ നിനക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കുക, ആ വിശ്വാസം മറിയയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ യേശു കർത്താവിന് നീ ആ ഒരു വിശ്വാസം കൊണ്ട് മാത്രം ഇനി മുമ്പോട്ട് നടന്നാൽ പോരാ. കഴിഞ്ഞ നാളുകളിൽ നീ കണ്ട അത്ഭുതം, അല്ലെ കഴിഞ്ഞ നാളുകളിൽ കണ്ട കൊച്ചു വിടുതൽ, കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ച ചെറിയ നന്മകൾ കൊണ്ട് വീണ്ടും അങ്ങനെ തന്നെ ജീവിച്ചാൽ മതി എന്നല്ല. ഇതിനേക്കാൾ നീ ഒരു അടുത്ത മണ്ഡലത്തിലേക്ക് കയറണം, ഇതിനേക്കാൾ വലിയ നീ കാണണം എന്ന് യേശുവിന് ആഗ്രഹമുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക, കഴിഞ്ഞ നാൾ വരെ അവൾ കണ്ടത് രോഗികളെ സൗഖ്യമാക്കുന്ന യേശു, പക്ഷപാതക്കാരനെ എഴുന്നേൽപ്പിക്കുന്ന യേശു, കുരുടനെ സൗഖ്യമാക്കുന്ന യേശു, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന യേശു, കാനാവിലെ കല്യാണത്തിൽ അത്ഭുതം ചെയ്ത യേശു, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശു. യേശു കർത്താവിനെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടത്. എന്നാൽ യേശു കർത്താവ് ആളെ കുറിച്ച് ആഗ്രഹം ഇല്ല, ഇത് മാത്രമല്ല, ഇതിനേക്കാൾ വലിയത് എനിക്ക് ചെയ്യുവാൻ കഴിയും എന്ന് നീ വിശ്വസിക്കണം. സ്തോത്രം. ഇന്ന് വളരെ പ്രോഫിറ്റുകളെ പരിശുദ്ധന്മാർ ആരോട് പറയുക, കഴിഞ്ഞ നാളുകൾ നീ കണ്ടത് ഒരുപക്ഷെ നിന്റെ മകളെ കല്യാണം കഴിച്ച് കൊടുക്കുവാൻ നിന്നെ സഹായിച്ച യേശു, അല്ലെങ്കിൽ നിന്റെ കടഭാരത്തെ മാറ്റുവാൻ കഴിഞ്ഞ യേശു, അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലെ വ്യക്തിയുടെ ക്യാൻസർ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞ യേശു. എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കുക, യേശുവിനെ പറ്റി ഇത്ര നീ കേട്ടാൽ പോരാ, യേശുവിനെ പറ്റി നീ ഇത്രയും അറിഞ്ഞാൽ പോരാ, യേശുവിൽ നീ ഇത്ര വിശ്വസിച്ചാൽ പോരാ, യേശുവിനെ പറ്റി വ്യക്തമായ ഒരു വെളിപ്പാട് നീ പ്രാപിക്കണം. നീ സേവിക്കുന്ന ദൈവം ആർ? യേശുവിന് ഇതല്ല, ഇതിനേക്കാൾ വലിയത് ചെയ്യുവാൻ കഴിയും. വിശ്വസിക്കും. ഹല്ലേലൂയ. ഇതിൽ വലിയത് നീ കാണും, ഇതിൽ വലിയത് നീ കാണും. ഇതുവരെ നീ കണ്ടതുപോലെയല്ല സുഹൃത്തെ, കഴിഞ്ഞ നാളുകൾ നീ കണ്ടതുപോലെയല്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന മേഖല, അല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോയി, എല്ലാം കല്ലറയ്ക്കകത്തായിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടി നന്മ, പ്രാപിക്കേണ്ടി അനുഗ്രഹം, വാഗ്ദത്തമുള്ള വ്യക്തി, അല്ലെങ്കിൽ നന്മ പ്രാപിക്കേണ്ടി വ്യക്തിയാണ്. ഒത്തിരി വാഗ്ദത്തങ്ങൾ പ്രാപിച്ചതാണ്, പക്ഷേ ഇന്ന് കല്ലറയ്ക്കകത്തായിരിക്കുന്നു, പിശാച് പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് പറയുന്നുവോ? വളരെ പ്രോഫിറ്റുകളെ പരിശുദ്ധാത്മാവ് പറയുക, ഇല്ല, നീ എഴുന്നേൽക്കുവാൻ സമയമായി, എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ സമയമായി. കാര്യം, നിന്നെ പ്രകാശിപ്പിക്കുന്ന ദൈവം, നിന്നെ ഉയർത്തുന്ന ദൈവം, നിന്നെ നിർത്തുന്ന ദൈവം, ഹല്ലേലൂയ, നമ്മൾ നിൽക്കുന്ന
നിർത്തുന്നതല്ല, നമ്മെ നിർത്തുന്ന ദൈവം, നമ്മെ ജയത്തോട് നടത്തുന്ന ദൈവം, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നവൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ദൈവം ഇന്ന് ഈ നിമിഷം താങ്കൾക്കായി അത്ഭുതം ചെയ്യുവാൻ ഇടയാകും. ശ്രദ്ധിച്ച് കേൾക്കുക. തൊട്ടടുത്ത വാക്യത്തിൽ യേശു ഇങ്ങനെയാണ് പറയുന്നത്. 34-ാമത്തെ വാക്യം. യേശു വേറെ ഒന്നും ചോദിച്ചില്ല. അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, കർത്താവേ, നീ വന്ന് കാണുക. ഹല്ലേലൂയ. അവനെ വെച്ചത് എവിടെ? നിന്റെ ലാസറിനെ നീ വെച്ചത് എവിടെ? നിന്റെ വാഗ്ദത്തമാകുന്ന ലാസർ, നിന്നെ വേദനിപ്പിക്കുന്ന ഈ വിഷയത്തെ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി, കൈവിട്ടു പോയി എന്ന് പറയുന്ന വിഷയത്തെ നീ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഇന്ന് വളരെ പ്രോഫറ്റിക്കലായ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് പറയും, ഏമൻ, നിന്റെ ലാസർ, അല്ലെങ്കിൽ നിന്റെ സന്തോഷമാകുന്ന ലാസർ, നിന്റെ ജീവിതത്തിലെ ഉയർച്ചയാകുന്ന ലാസർ, നിന്റെ ജീവിതത്തിൽ നല്ല ആരോഗ്യമാകുന്ന ലാസർ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ സാമ്പത്തികമായ ഭദ്രതയായിരുന്ന ഒരു ലാസർ, വാഗ്ദത്തമാകുന്ന ലാസറിനെ നീ വെച്ചത് എവിടെ? വേർ യു ഹാവ് കെപ്റ്റ് യുവർ ലാസറസ്, ടേക്ക് ഹിം ടു ദ പോയിന്റ് ഓഫ് യുവർ നീഡ്. ഇന്ന് നിന്റെ ആവശ്യത്തിൻ്റെ ആ സ്ഥലത്തേക്ക് യേശുവിനെ കൊണ്ടുപോവുക. നിന്റെ ജീവിതത്തിൽ ഇനി എല്ലാം തീർന്നു പോയി എന്ന് ശത്രു പറഞ്ഞ സ്ഥലത്ത്, 4 ദിവസമായി നാറ്റം വെച്ച് പോയി എന്ന് ശത്രു പറഞ്ഞ സ്ഥലത്തേക്ക്, സീലിട്ട സ്ഥലത്തേക്ക്, ഇനി രക്ഷയില്ലെന്ന് ലോകം വിധി എഴുതിയ സ്ഥലത്തേക്ക്, ആമേൻ, ഹല്ലേലൂയ, ജനന സർട്ടിഫിക്കറ്റ് എഴുതി, അതുപോലെ മരണ സർട്ടിഫിക്കറ്റ് ഡോക്ടർ സ്ഥിരീകരിച്ച അതേ സ്ഥലത്തേക്ക് യേശുവിനെ ഇന്ന് കൊണ്ടുപോവുക. ഇന്ന് വളരെ വ്യക്തമായി ദൈവാത്മാവ് പറയുക, എല്ലാം തകർന്നു പോയി എന്ന് പറഞ്ഞ സ്ഥലത്ത്, കൈവിട്ടുപോയി എന്ന് പറയുന്ന സ്ഥലത്ത്, എല്ലാം ബ്രേക്കിംഗ് പോയിന്റ് ആയിപ്പോയി എന്ന് പറഞ്ഞ സ്ഥലത്ത്, എല്ലാം തീർന്നുപോയി ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ടേക്ക് ഹിം ടുഡേ. ഇന്ന് ഈ സമയത്ത് എന്നെ ശ്രമിക്കുന്ന പ്രിയ കുടുംബമേ, യേശുവിനെ നീ കൊണ്ടുപോവുക. ഹല്ലേലൂയ. കൊണ്ടുപോയാൽ നീ അത്ഭുതങ്ങൾ കണ്ടിരിക്കും. പുനരുത്ഥാനത്തിൻ്റെ ദൈവം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് താങ്കളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇടയാകും.